അതിർത്തി സംസ്ഥാനങ്ങളിൽ ജാഗ്രത തുടരാൻ നിർദ്ദേശം. അതിർത്തി സംസ്ഥാനങ്ങളിൽ നാളെ സൈനിക അഭ്യാസ പ്രകടനങ്ങൾ നടത്തും. ജമ്മു കശ്മീർ, പഞ്ചാബ്, രാജസ്ഥാൻ, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലായിരിക്കും ഈ അഭ്യാസ പ്രകടനം നടക്കുക. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേർന്നതിന് കൂടുതൽ വിവരങ്ങളുമായി. ബൽറാം, ഈ ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ ഉണ്ടായിട്ടുള്ള സീസ് ഫയർ, അതിനുശേഷം ആ മേഖലയിൽ പ്രത്യേകിച്ചും ജമ്മു കശ്മീരിന്റെ അതിർത്തി മേഖലയിലാണ് വീണ്ടും സൈന്യത്തിന്റെ ഭാഗത്തു നോക്കിയുള്ള ചില നടപടികൾ, ഭീകരവിരുദ്ധ നടപടികളൊപ്പം ഈ നുഴഞ്ഞുകയറ്റ ശ്രമം ചെറുക്കലൊക്കെ ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മിലിറ്ററിയുടെ ഡെയിലി റുട്ടീന്റെ ഭാഗമായുള്ള നടപടികളും പട്രോളിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിൽ എന്താണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകാനിടയായ സാഹചര്യം? എന്തെങ്കിലും പുതിയ മുന്നറിയിപ്പുകളോ അത്തരത്തിൽ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? പ്രജിൻ, നിലവിൽ പുതിയ മുന്നറിയിപ്പുകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഭീഷണികളോ ഇല്ല എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്നാൽ ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള വെടിനിർത്തൽ തുടരുകയാണ് എങ്കിൽ പോലും ഈ സിന്ദൂർ അവസാനിച്ചിട്ടില്ല എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ 4 സംസ്ഥാനങ്ങൾ, ജമ്മു കശ്മീർ, പഞ്ചാബ്, രാജസ്ഥാൻ, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങൾ, ഒപ്പം തന്നെ ഹരിയാന, ഈ 5 സംസ്ഥാനങ്ങളിലാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിർത്തിയോട് ചേർന്നുള്ള ജില്ലകളിൽ ഈ സൈനികാഭ്യാസ പ്രകടനങ്ങൾ അടക്കമുള്ളവ നടത്താനുള്ള നിർദ്ദേശമാണ്. നാളെയാണ് ഈ അഭ്യാസ പ്രകടനങ്ങൾ നടക്കുക. ഇതോടൊപ്പം തന്നെ ഈ സംസ്ഥാനങ്ങളിൽ മോക്ക് ഡ്രില്ലുകൾ പൊതുജനങ്ങൾ നടത്താനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. നാളെ വൈകിട്ട് 5 മണിക്കായിരിക്കും ഈ മോക്ക് ഡ്രില്ലുകൾ നടക്കുക. അതിർത്തിയിൽ നിലവിൽ ഇപ്പോൾ സംഘർഷം ഇല്ല എങ്കിൽ പോലും ജാഗ്രത തുടരുക എന്നുള്ള ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ മോക്ക് ഡ്രില്ലും സൈനികാഭ്യാസ പ്രകടനത്തിനുമുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ തവണ മെയ് 7-നായിരുന്നു രാജ്യവ്യാപകമായി തന്നെ മോക്ക് ഡ്രിൽ പ്രഖ്യാപിച്ചതും. തുടർന്ന് തലേന്ന് അർദ്ധരാത്രിയാണ് പാകിസ്ഥാനിലെ ഭീകരവാദ കേന്ദ്രങ്ങൾക്ക് നേരെ ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യൻ സൈന്യം നടപ്പാക്കിയത്. സമാനമായി തന്നെ അത്തരത്തിലുള്ള ഒരു നിർദ്ദേശം, ഒരു മോക്ക് ഡ്രിൽ നിർദ്ദേശമാണ് ഇപ്പോൾ അതിർത്തി സംസ്ഥാനങ്ങളിലെ ജില്ലാ ഭരണകൂടങ്ങൾക്കും ഒപ്പം തന്നെ സൈനിക വിഭാഗങ്ങൾക്കും നൽകിയിരിക്കുന്നത്. പ്രജിൻ, ശരി. ബൽറാം നെടുങ്ങാടിയാണ് വിശദാംശങ്ങൾ നൽകിയത്.